ഹായ് ഹലോ. അപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫുൾ ജനറേറ്റഡ് പിക്ചേഴ്സ് ആണല്ലോ, ChatGPT വെച്ച് ചെയ്യുന്നത്. പക്ഷേ എല്ലാവർക്കും കറക്റ്റ് പിക്ചർ കിട്ടുന്നില്ല അല്ലേ? കുറച്ച് പേർക്കല്ലേ കറക്റ്റ് ആയിട്ടുള്ള പിക്ചർ കിട്ടുന്നുള്ളൂ. ചിലർക്കാണെങ്കിൽ ജനറേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒരുപാട് മാറുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള ട്രിക്കായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരുന്നത്. ഓക്കെ, ഞാൻ ഐശ്വര്യലക്ഷ്മിയുടെ ഈ ഒരു പിക്ചറാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തത്. ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. പക്ഷേ ChatGPT എനിക്ക് തന്ന പിക്ചർ ഇതാണ്. ഇതിൽ നിന്നാണ് ഞാൻ ഈ ഒരു രീതിയിലേക്ക് പിക്ചർ എഡിറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റെപ്സ് ഒന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ നമുക്ക് ChatGPT ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ പ്രോംപ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ആ പിക്ചർ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എനിക്കാണെങ്കിൽ ChatGPT കുറച്ച് ഓപ്ഷൻസ് തന്നു. അതായത് എക്സാക്റ്റ് ഈ വുമണെ തന്നെ വേണോ അതോ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തണോ എന്നൊക്കെ കുറച്ച് ഓപ്ഷൻസ് തന്നു. പക്ഷേ ഞാൻ സെയിം വുമൺ വേണമെന്ന് തന്നെയാണ് കൊടുത്തത്. നിങ്ങൾക്കാണെങ്കിൽ എന്തെങ്കിലും മാറ്റമൊക്കെ വരുത്തണമെങ്കിൽ അതിവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ChatGPT അതനുസരിച്ചിട്ട് ജനറേറ്റ് ചെയ്ത് എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊന്ന് സേവ് ചെയ്ത് വെക്കാം. ഇനി ബാക്കി നമ്മൾ ചെയ്യാൻ പോകുന്നത് ChatGPTയിലല്ല, വേറൊരു ആപ്പിലാണ്. പിന്നെ ഈ ഒരു പ്രോംപ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതിന് കോപ്പി ചെയ്തെടുത്താൽ മതി. ത്രെഡിലൊക്കെ ആണെങ്കിൽ ഒരുപാട് പ്രോംപ്റ്റ് അവൈലബിൾ ആണ്. അതല്ല നിങ്ങൾക്ക് ആരും ചെയ്യാത്ത രീതിയിലുള്ള പ്രോംപ്റ്റുകളാണ് വേണ്ടതെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. ഇനി നേരെ ഗൂഗിളിൽ പോവുക, അതിൽ ഫേസ് സ്വാപ്പ് ഓൺലൈൻ എന്ന് കൊടുക്കുക. അതിൽ ഫസ്റ്റ് വന്നേക്കുന്ന റീമേക്കർ AI, അതിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ ഒറിജിനൽ ഇമേജിൽ നമുക്കിപ്പോൾ ഔട്ട്പുട്ട് കിട്ടിയില്ലേ ChatGPTന്ന്, അത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ടാർജറ്റ് ഫേസിൽ നമ്മൾ ഐശ്വര്യലക്ഷ്മിയുടെ ആ ഒറിജിനൽ പിക്ചറാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് സ്വാപ്പ് കൊടുക്കുക. ഇതിൽ നമുക്ക് ഫേസ് സ്വാപ്പ് ഫ്രീ ആയിട്ടാണ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ സെക്കൻഡ് ടൈം ചെയ്യുന്ന സമയത്ത് മെയിൽ ID ആഡ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ നമ്മൾ ഈ മേളത്തെ ഫ്രീ ക്രെഡിറ്റ്സ് ഇല്ലേ, അതിൽ പോയി കഴിഞ്ഞ് മെയിൽ ID ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് HD അപ്സ്കെയിലിൽ കൊടുത്തിട്ട് ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ HD ആയിട്ടാണ് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിലും ഇതിൻ്റെ ക്വാളിറ്റി അത്ര ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി ഒന്നും കൂടി കൂട്ടാനായിട്ട് നമുക്ക് വേറൊരു ആപ്പിലും കൂടി ഈ പിക്ചർ ഇട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ PG ആപ്പാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഗാലറിയിൽ പോവുക, അതിൽ നമ്മളിപ്പോൾ സെക്കൻഡ് ഔട്ട്പുട്ട് കിട്ടിയില്ലേ ആ ഒരു പിക്ചർ ഇതിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഈ ഫസ്റ്റ് ഓപ്ഷൻ AI ടച്ചിൽ പോയിട്ട് അതിൽ ഓട്ടോയിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ, ഓട്ടോ ഇപ്പോൾ ഓഫായി കിടക്കുമല്ലേ, അത് നമ്മൾ ഓൺ ആക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ ഫിൽറ്റർ ഓട്ടോമാറ്റിക്കലി തന്നെ മാറിയിട്ട് നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ള പിക്ചർ കിട്ടുന്നതായിരിക്കും. അതിൽ തന്നെ നമുക്ക് മാനുവലായിട്ടും ഈ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ തന്നെ അല്ലാതെ തന്നെ റീടച്ച്, ഫേസ്, മേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. പക്ഷേ ചില ഓപ്ഷൻസൊക്കെ പെയ്ഡ് ആണ്, ചിലതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സൈറ്റ് ആയിട്ടുള്ള പിക്ചർ തന്നെ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ പിക്ചർ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫ്രണ്ട് ഫേസിലെടുത്ത ഫോട്ടോ വേണം അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ. നിങ്ങൾ ചരിഞ്ഞൊക്കെ നിൽക്കുന്ന പിക്ചറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിൻ്റെ ഫീച്ചേഴ്സ് കറക്റ്റായിട്ട് ഇതിൽ ഡിറ്റക്റ്റ് ചെയ്ത് വരില്ല. അപ്പോൾ ഇനി സമയം കളയണ്ട, പെട്ടെന്ന് പോയി പണി തുടങ്ങിക്കോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും കൂടി ചെയ്തേക്കണേ. പിന്നെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളിത് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ പിക്ചർ സെലക്ട് ചെയ്യുമ്പം നിങ്ങൾ ഫ്രണ്ട് ഫേസിലെടുത്ത ഫോട്ടോസ് വേണം അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ചരിഞ്ഞ് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഔട്ട്പുട്ട് വരില്ല, വേറെ ആരുടെയെങ്കിലും ഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.